കാസർഗോഡ് പെരിയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പെരിയ ജവഹർ നവോദയ സ്കൂളിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസിന്റെ പരിശോധന തുടരുകയാണ്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് വിശദാംശങ്ങളുമായി ചെയ്യുന്നു. അരുൺ, ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? അസ്വാഭാവികതകൾ, ദുരൂഹതകൾ അതെന്തെങ്കിലും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ടോ? ആരാണെന്ന് തിരിച്ചറിയാനായിട്ടുണ്ടോ? സുഹൈലെ, ഇതാരുടെ മൃതദേഹമാണ് എന്ന് ഇതുവരെയും പോലീസിനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഇത് ആളൊഴിഞ്ഞ പ്രദേശമൊന്നുമല്ല, ദേശീയപാതയ്ക്ക് സമീപമുള്ള സ്ഥലമാണ്. അതായത് ജവഹർ നവോദയ സ്കൂളിന് ഓപ്പോസിറ്റ് ഒരു HP പെട്രോൾ പമ്പുണ്ട്. പണി വഴിയാത്ത പെട്രോൾ പമ്പിന് പുറകുവശത്ത് ഒരു വാട്ടർ സർവീസ് സെൻ്ററുണ്ട്. വാട്ടർ സർവീസ് സെൻ്ററും നിർമ്മാണത്തിലിരിക്കുന്നതാണ്. ആ നിർമ്മാണത്തിലിരിക്കുന്ന സ്ഥലത്താണിപ്പോൾ ഈ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ വലിയ കുഴി, 4 കുഴികൾ കുഴിച്ചിട്ടുണ്ട്. ഈ വാട്ടർ സർവീസ് സെൻ്ററിൻ്റെ സെപ്റ്റിക് ടാങ്ക് എന്ന രീതിക്കാണ് വലിയ കുഴികൾ കുഴിച്ചിരിക്കുന്നത്. ആ കുഴിയിലാണ്, 4 മീറ്ററോളം ആഴമുള്ള കുഴിയിലാണ് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പോലീസും ഫോറൻസിക് സംഘവും ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഈ ബോഡി ആ കുഴിക്ക് അകത്ത് നിന്ന് മുകളിലേക്ക് കയറ്റണം. പുരുഷൻ്റെ മൃതദേഹമാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇതാരുടേതാണ് എന്നൊരു വ്യക്തത ഇപ്പോഴും ലഭിച്ചിട്ടില്ല. തൊട്ട് സമീപത്ത് തന്നെ MDMA പോലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനുള്ള ഒരു പ്ലാസ്റ്റിക് ഉപകരണവും കണ്ടെടുത്തിട്ടുണ്ട്. അത് ഇയാൾ ഉപയോഗിച്ചതാണോ എന്ന കാര്യത്തിലൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ മൃതദേഹം പഴക്കമുള്ള മൃതദേഹമാണ്. ഇവിടെ ദുർഗന്ധം വമിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമൊക്കെ ഈ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും പോലീസിന്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സുഹൈൽ, ആൾപ്പാർപ്പുള്ള ഇടമാണ് പുരുഷന്റേതെന്ന് സംശയിക്കുന്ന ഒരു മൃതദേഹം. ദിവസങ്ങളോളം പഴക്കമുണ്ട്. ഇത്ര മാത്രമാണ് ഈ ഘട്ടത്തിൽ വിവരങ്ങൾ ലഭിച്ചത്. പോലീസിന്റെ പരിശോധന തുടരുകയാണ്.